ക്ലിക്ക് വൺ മീഡിയ നെറ്റ്വർക്കിലേക്ക് സ്വാഗതം. നമ്മുടെ പള്ളിയിലച്ചന് എന്തോ പറയാനുണ്ട്. അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് നമുക്ക് നോക്കാം എന്താണ്. ഈ നിയമത്തെ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ അകത്ത് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയുടെ കയ്യിലിരിക്കുന്ന സ്ഥലം മേടിക്കാൻ ഇനി കേരളത്തിൽ ആരും ധൈര്യപ്പെടില്ല എന്നുള്ളതാണ് കാര്യം. ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയിൽ നിന്ന് സ്ഥലം മേടിക്കാനോ മുസ്ലിം നാമധാരി കൈവശം വെച്ചിരുന്ന ഒരു കാര്യം ഏറ്റെടുക്കാനോ ആരും ധൈര്യപ്പെടില്ല. കാരണം എന്താ? വഖഫാണെന്ന് പറയുമ്പോ, വഖഫ് എന്ന് പറയുമ്പോ അത് ഈ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതാ. അതില് ജസ്റ്റ് എല്ലാ കാലത്തും അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാ. അതെ അച്ഛൻ പറഞ്ഞത് വളരെ കറക്റ്റായ കാര്യമാണ്. വഖഫ് ചെയ്തു കഴിഞ്ഞാൽ അത് അതിനുവേണ്ടി മാത്രമുള്ളതാണ്, അവിടെ കയ്യേറ്റം പാടില്ല. അപ്പൊ ഏതെങ്കിലും ഒരാൾ വാക്കാൽ വഖഫാണെന്ന് പറഞ്ഞാൽ മതി. അത് ശരിയല്ല. അവിടെ ഒരു തിരിപ്പ് അച്ഛൻ തിരിച്ചതേ, അച്ഛനൊരു പുരോഹിതനാണ്, വെറും പുരോഹിതനല്ല, ഒരു സഭയെ നിയന്ത്രിക്കുന്നതാണ്, ഒരു സമൂഹത്തെ നിയന്ത്രിക്കുന്നതാണ്. സത്യസന്ധമായ കാര്യങ്ങൾ അവതരിപ്പിക്കലാണ് അച്ഛന്മാരുടെ പുരോഹിതന്മാരുടെ ഉത്തരവാദിത്വം. ആരെങ്കിലും ഒരാൾ ഇത് വഖഫാണ് എന്ന് പറഞ്ഞാൽ വഖഫാകില്ല. അതിന് രേഖാമൂലം ഏത് സ്ഥാപനത്തിന് വേണ്ടിയാണോ ഇത് വഖഫ് ചെയ്യുന്നത് ആ വഖഫിലേക്ക് രേഖാമൂലം എഴുതി കൊടുക്കലാണ് വഖഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വാക്കാൽ വഖഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡോക്യുമെന്റിൽ പോയിട്ടാ നോക്കുക? പൊസഷൻ സർട്ടിഫിക്കറ്റ് നോക്കിയാൽ പറ്റില്ല, കരം കെട്ടിയ റെസീറ്റ് നോക്കാൻ പറ്റില്ല. തിരുവനന്തപുരം അടിമലത്തുറയിൽ തീരഭൂമി കയ്യേറി ലത്തീൻ സഭയുടെ ഭൂമി വിൽപ്പന. ഏക്കർ കണക്കിന് തീരം 3 സെന്റുകളായി തിരിച്ചാണ് പള്ളി കമ്മിറ്റി മത്സ്യത്തൊഴിലാളികൾക്ക് വിൽപ്പന നടത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. എടാവേ, അതൊന്നും ഇപ്പൊ കാണിക്കാതെ, നമുക്കത് കാണിക്കാൻ സമയം വരുന്നുണ്ട്. അച്ഛന്റെ ആ ഒരു ഇത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. എൻകംപ്ലൈന്റ് സർട്ടിഫിക്കറ്റിൽ നോക്കിയാൽ പറ്റില്ല, നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റിൽ നോക്കിയാൽ പറ്റില്ല, അങ്ങനെ ലൊക്കേഷൻ സ്കെച്ച് നോക്കിയാൽ പറ്റില്ല. അച്ഛന് കുറച്ച് റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അച്ഛൻ പറഞ്ഞത് ഇതെല്ലാം നിയമാനുസൃതമായി ഒരു ഗവൺമെന്റ് കീഴിൽ നടക്കുന്നതാണ്. അവിടെ സ്കെച്ച് ഉണ്ടാവും, പ്ലാൻ ഉണ്ടാവും, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ നമുക്ക് നമ്മുടെ കരമടച്ച രസീത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റുകൾ കിട്ടും. നമുക്ക് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഏത് സാധനങ്ങളും അവിടെ നിന്ന് കിട്ടും. പക്ഷെ വഖഫാണോ ഇല്ലയോ എന്നറിയാനുള്ള എല്ലാ നിയമ സാധ്യതകളും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കെ ഇത്തരത്തിലുള്ള വേണ്ടാദിനങ്ങൾ പറയുന്ന എൻ്റെ പൊന്നച്ഛ, അച്ഛൻ നല്ലതിനു വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു റവന്യൂ രേഖയിൽ നോക്കിയിട്ട് ഇത് വഖഫാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി നിലനിന്ന് ഞാൻ ദീപിക പത്രത്തിൽ ഒരു ഫാദർ എഴുതിയിരിക്കുന്നു, ഞാൻ അന്തം വിട്ടുപോയി. ഉസ്താദ് ഇടയ്ക്ക് പറയാം, ഉസ്താദ് മാറിയില്ല, ഉസ്താദിനുള്ള സമയമുണ്ട്. അച്ഛൻ പറയട്ടെ. ഒരു മുസ്ലിം സഹോദരനോ സഹോദരിയോ വിചാരിക്കുമെന്ന് കരുതുന്നില്ല അവരുടെ സ്ഥലം മേടിക്കാൻ ആരെങ്കിലും വരുന്ന. അച്ഛൻ ഇത് ആഴത്തിൽ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പഠിക്കണം. പഞ്ചസാര എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതും മധുരമുള്ളതാണ്. പഞ്ചസാര എന്ന് 200 പേജിന്റെ ബുക്കിൽ ഇങ്ങനെ നീണ്ടു നിവർത്തി എഴുതി നക്കി നോക്കിയാൽ മധുരം കിട്ടത്തില്ല അച്ഛാ. അത് നക്കണം, അത് പഞ്ചസാര കിട്ടണം. അച്ഛന് വഖഫാണോ? ഇപ്പൊ ഈ മുനമ്പത്തെ ഒരു പ്രശ്നം, മുനമ്പത്തെ മാത്രമല്ല, മുനമ്പം പോലെ പല പ്രദേശങ്ങളിലും ചില വിഷയങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ അച്ഛൻ പറഞ്ഞല്ലോ, അച്ഛൻ്റെ പണി എന്താണെന്നറിയണ്ടേ? അത് ഒന്ന് കാണിച്ചു തരാം. നേരത്തെ ഇടയ്ക്കൊന്ന് മാറി വന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് നമുക്ക് നല്ലപോലെ കാണാം. തിരുവനന്തപുരം അടിമലത്തുറയിൽ തീരഭൂമി കയ്യേറി ലത്തീൻ സഭയുടെ ഭൂമി വിൽപ്പന. ഏക്കർ കണക്കിന് തീരം 3 സെന്റുകളായി തിരിച്ചാണ് പള്ളി കമ്മിറ്റി മത്സ്യത്തൊഴിലാളികൾക്ക് വിൽപ്പന നടത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. എങ്ങനെയാ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. തിരുവനന്തപുരം അടിമലത്തുറയിൽ തീരഭൂമി കയ്യേറി ലത്തീൻ സഭയുടെ ഭൂമി വിൽപ്പന. ഏക്കർ കണക്കിന് തീരം 3 സെന്റുകളായി തിരിച്ചാണ് പള്ളി കമ്മിറ്റി മത്സ്യത്തൊഴിലാളികൾക്ക് വിൽപ്പന നടത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. അച്ഛന്മാർക്ക് ഇതാണ് അച്ഛന്മാരെ തൊഴില്. അച്ഛന്മാരെ തൊഴില് തീരങ്ങൾക്ക് കയ്യേറി കൈവശപ്പെടുത്തി മറ്റുള്ള ആളുകൾക്ക്, അതായത് ആ സഭയിലുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് അവരുടെ കയ്യിൽ നിന്നും സമ്പാദ്യങ്ങൾ, പൈസകൾ വാങ്ങി മറച്ചു വിൽക്കലാണ് ഈ പറഞ്ഞവൻ്റെ പണി. ഇതേപോലെ ഇറങ്ങുമ്പോഴത്തേനും ആലോചിക്കുന്നത് നല്ലതാ. പക്ഷെ ഇപ്പൊ കയ്യേറിയിരിക്കുന്ന സ്ഥലമേ വെറും സ്ഥലമല്ല, വഖഫ് ബോർഡിൻ്റെയാണ്. നിങ്ങളല്ലാത്ത തീരദേശം തേടിപ്പോയാൽ അതിനകത്താരും വരത്തില്ല. ഇത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എന്തായാലും നടത്തിയത് കയ്യേറ്റമാണ് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ സ്വഭാവമെന്നും എന്താണ് നിങ്ങളുടെ രീതിയെന്നും വളരെ കൃത്യമായി ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. നെയ്യാറ്റിൻകര താലൂക്കിലെ കോട്ടുകാൽ വില്ലേജ് പുറപ്പെടുവിച്ച നിരോധന ഉത്തരവാണിത്. സമുദ്രതീര പുറമ്പോക്ക് അതിർത്തി കെട്ടി തിരിക്കുന്നതിൽ നിന്നും പിൻവാങ്ങണമെന്ന് അടിമലത്തുറ ഇടവക വികാരിക്ക് നൽകിയ നിർദ്ദേശം. ഒപ്പം കയ്യേറ്റമൊഴിപ്പിക്കാൻ കളക്ടർ വിളിച്ച യോഗത്തിലെ മിനിറ്റ്സിലെ ഈ പരാമർശമാണ് അതിനേക്കാൾ ഗൗരവതരം.
കടൽത്തീര പുറമ്പോക്ക് പ്ലോട്ട് തിരിച്ച് പള്ളിക്കമ്മിറ്റി വിൽപ്പന നടത്തിയെന്ന കണ്ടെത്തൽ. ഇതന്വേഷിക്കാനാണ് ഞങ്ങൾ തീരത്തെത്തുന്നത്. തിരുവനന്തപുരത്തെ അടിമലത്തുറ അതിമനോഹരമായ തീരം. എന്നാൽ ഈ തീരഭൂമി നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഈ പ്രദേശമാകെ അളന്നു മുറിക്കപ്പെട്ട് കഴിഞ്ഞു. വീട് നിർമ്മാണങ്ങൾ തകൃതിയായി പുരോഗമിക്കുന്നു. കാണെ കാണെ ഈ പൊതുസ്വത്ത് സ്വകാര്യ ഭൂമിയായി മാറുകയാണ്. നിരനിരയായി ഉയരുന്നത് 100-ലേറെ വീടുകളാണ്. സമുദ്രതീര പുറമ്പോക്കിൽ ഏക്കർ കണക്കിന് തീരം കയ്യേറി. ലത്തീൻ സഭയ്ക്ക് കീഴിലെ അമലോത്ഭവമാത പള്ളിക്കമ്മിറ്റി ഈ ഭൂമി 3 സെന്റുകളായി തിരിച്ച് കൈമാറി. ഒരു രേഖയുമില്ല. ഇടവകയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പള്ളിക്ക് പണം നൽകിയതായി സമ്മതിക്കുന്നു. ഇടവകക്കാർക്കാണെങ്കിൽ ഇവിടെ കൊടുക്കുന്ന അളവിൽ നമുക്ക് തരും. 3 സെന്റിന് 1 ലക്ഷം എനിക്ക് കിട്ടി. ഞാൻ വീട് വെച്ചു. എല്ലാരും ഇവിടെ നമുക്ക് 3 സെന്റിന് 1 ലക്ഷം വെച്ച് കൊടുക്കുന്നു. അത് നമ്മളെ ഇടവകക്കാരായതുകൊണ്ട് എക്സ്ട്രാ സ്ഥലം ഉണ്ടായിരുന്നു. സെന്റ് അളന്നതിന് ശേഷം അതിന് നല്ല എമൗണ്ട് കൊടുത്ത ആൾക്കാരെടുത്ത് ഇപ്പൊ കടപ്പുറത്തോട്ടിറങ്ങിയാ നിങ്ങള് ചെന്ന് നിങ്ങളെ ഫ്ലാറ്റും ഒക്കെ തോറ്റു. വിൽപ്പന നടന്നുവന്ന ഫിഷറീസ് വകുപ്പ് കണ്ടെത്തലും ഇടവകങ്ങളുടെ വെളിപ്പെടുത്തലും പരിശോധിക്കാൻ ഞങ്ങൾ പള്ളി വികാരിയെയും കണ്ടു. 3 സെന്റ് സ്ഥലത്തിന് പൈസ വാങ്ങിച്ചിട്ടില്ല. ആൾക്കാർ നിറയെ ഡൊണേഷൻ നൽകിയിട്ടുണ്ട്. പള്ളിയാവുമ്പോൾ പള്ളിക്ക് ഡൊണേഷൻ. കാരണം പള്ളി ജീവിക്കുന്നത് ആരെ കൊണ്ടാണ്? ഇവിടുത്തെ ജനങ്ങളെ കൊണ്ടാണ്. തീരമൊഴിപ്പിക്കാൻ റവന്യൂവും പഞ്ചായത്തും പിന്നെയും ഇടപെട്ടു. മത്സ്യത്തൊഴിലാളികളെ മുന്നിൽ നിർത്തി പള്ളി കമ്മിറ്റി ചേർത്തു. നിയമങ്ങളെ നോക്കുകുത്തിയാക്കി ഭവന നിർമ്മാണം തുടരുന്നു. കുടുംബങ്ങളിൽ ആളെണ്ണം കൂടിയപ്പോൾ തങ്ങൾ തന്നെ നേരിട്ട് പുനരധിവാസം നടപ്പാക്കിയെന്ന് വൈദികൻ പറയുന്നു. പണം വാങ്ങി കടൽക്ഷോഭ ഭീഷണിയുള്ള ഈ തീരത്തെ വിചിത്രമായ പുനരധിവാസത്തിൽ പൊരുത്തക്കേടുകൾ അപ്പോഴും ബാക്കി. പൊതുഭൂമി പങ്കിട്ട് നൽകാൻ പള്ളിക്കെന്ത് അവകാശം? നിരോധന ഉത്തരവ് വന്നിട്ടും നിർബാധം ഇവിടെ നിർമ്മാണങ്ങൾ തുടരുകയാണ്. ഈ കയ്യേറ്റങ്ങൾ ഇവിടെ തടയപ്പെട്ടില്ലെങ്കിൽ ഇനിയും കൂടുതൽ തീരങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. അടിമലത്തുറയിൽ നിന്നും മനു സിദ്ധാർത്ഥനൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഏഷ്യാനെറ്റിൻ്റെ ഒരു അന്വേഷണ റിപ്പോർട്ടാണ്. അതിൻ്റെ അകത്ത് പല മേഖലകളിലും ഇതേപോലെ കയ്യേറി ഉണ്ടാക്കിയിരിക്കുന്ന പല സ്ഥലങ്ങളും അത് കൈമാറ്റപ്പെടുത്തി രേഖകളുണ്ടാക്കി കൈവശം വെച്ച് അനുഭവിച്ചു പോകുന്ന സ്ഥലങ്ങൾ അച്ഛനെ വിളിച്ചു പോകുമ്പോഴേ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണിത്. പറയാൻ ഒരുപാടുണ്ട്. ഇതൊന്നുമല്ല. നമ്മുടെ അലിയാർ മുസ്തർക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. എത്ര മാന്യന്മാരായിരുന്നു നമ്മുടെ ക്രൈസ്തവ അച്ഛന്മാരൊക്കെ. ഇന്നിപ്പോ വാ തുറന്ന വർഗീയത അവർ പറയുന്നത്. നിയമസാധുതയുള്ള കൊള്ള സംഘമാണെന്ന് അയാൾ എഴുതിയിരിക്കാനകത്ത്. നിയമസാധുതയുള്ള കൊള്ള സംഘമാണ് വഖഫ് ബോർഡ്. അതുകൊണ്ട് ഭേദഗതികൾ നടപ്പാക്കി പിടിച്ചെടുക്കണമെന്ന്. അപ്പൊ ഞാനൊന്ന് ഓർത്തു പോവുകയാണ്. എന്നിട്ട് പറയാം മുഗളന്മാർ കൊടുത്തതെന്ന്. അങ്ങനെയാണ് ഞാൻ കാഞ്ഞിരപ്പള്ളിയിലുണ്ടായിരുന്നു. അവിടെ ഒരു SD കോളേജ് ഉണ്ട്. അതുപോലെ തന്നെ ആലുവയിലുണ്ട് യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ഉണ്ട്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലുണ്ട് SB കോളേജ് ഉണ്ട്. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതും അവർ പോയപ്പോൾ അച്ഛന്മാരുടെ കസ്റ്റഡിയിലിരിക്കുന്ന അച്ഛന്മാരാരും വഖഫ് ചെയ്തോന്നുമല്ല ഇത്. അതൊന്നും പിടിച്ചെടുക്കണമെന്ന് അവര് കാനോൻ നിയമം അനുസരിച്ച് ഞങ്ങൾ ഇത് ഭരിക്കുകയുള്ളൂ. ആ നിയമത്തിൽ ഭരണഘടന പോലും ഞങ്ങൾക്ക് വിധേയമല്ല എന്ന് പരസ്യമായി പറഞ്ഞ് ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നവരാ. എന്നിട്ടും മുസ്ലിങ്ങളായി നമ്മൾ പറഞ്ഞില്ല ഇതൊക്കെ പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞോ. എന്നിട്ടും അവരുടെ മുഖപത്രത്തിൽ, ദീപിക പത്രത്തിൽ ഒരു അച്ഛൻ പേര് വെച്ച് മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ് വഖഫ് സ്വത്തുകൾ പിടിച്ചെടുക്കണമെന്ന്. ഓക്കെ, വെറുതെ നമുക്കിടയിൽ വിള്ളലുണ്ടാക്കാൻ കുറെ ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. പക്ഷെ അത് മുഴുവൻ ക്രിസ്ത്യാനികളുടേതുമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് നമ്മൾ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ വെറുപ്പ്. നമ്മൾ ഇന്ന് വരെ ഇവരിങ്ങനെ തന്നെയാണ് അവരുടെ മുതലെല്ലാം, എന്നിട്ടും അത് പിടിച്ചെടുക്കാൻ നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. പക്ഷേ BJP ഗവൺമെന്റ്, മുസ്ലിം വിരോധികളായ ഗവൺമെന്റ്, അവർക്ക് ശത്രുത മാത്രമേ നമ്മളോടുള്ളൂ. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റ് ഭേദഗതികൾ കൊണ്ടുവന്ന് ദേവസ്വം ബോർഡിലോ അതുപോലെ തന്നെ ക്രിസ്ത്യൻ സ്വത്തുകളിലോ ഒന്നും അഹിന്ദുക്കളോ അക്രിസ്ത്യന്മാരോ വേണ്ട. മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തിൽ 2 മുസ്ലിങ്ങളല്ലാത്തവർ വേണമെന്ന് ക്ലോസ് ചെയ്യും. ചേർത്ത് വയ്ക്കുക. സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കാത്ത വിധത്തിൽ ഇത്തരത്തിലുള്ള വ്യവസ്ഥകളൊക്കെ വെക്കാൻ കാരണം എന്താണെന്നറിയാം? വഖഫ് നമ്മൾ വേണ്ടത്ര കാത്തു സൂക്ഷിച്ചില്ല. നമ്മുടെ കൈവശം ഇരുന്ന വഖഫുകൾ ഇന്ന് കാപ്പാട് 400 ഏക്കർ ഭൂമി അത് കാരണവന്മാർ വഖഫ് ചെയ്തതാണ്. അതിനകത്ത് ചർച്ചുകളുണ്ട്, ഹിന്ദുക്കളുടെ ക്ഷേത്രമുണ്ട്. ഇനിയിപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി കാര്യമില്ല. അത് മുത്തവല്ലിമാർ അറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുത്താ. മുത്തവല്ലിമാരത് സൂക്ഷിച്ചില്ല. അതുകൊണ്ട് സംഭവിച്ചതാ. നമ്മൾ നമ്മുടെ വഖഫ് സൂക്ഷിക്കുന്നതിൽ കാണിച്ച അനാസ്ഥയാ. ഇപ്പൊ നമ്മൾ തിരിച്ചു പിടിക്കാൻ പോയാൽ തിരിച്ചു കിട്ടുക പോലും ചെയ്യില്ല. അപ്പം നമ്മുടെ അങ്ങോട്ട് നഷ്ടപ്പെട്ടിട്ടുള്ളതല്ല, നമ്മൾ ആരുടെയും പിടിച്ചെടുത്തിട്ടില്ല. ഒരു ക്രിസ്ത്യാനിയുടെയും ഒരു ഹിന്ദുവിനെ നമ്മൾ പിടിച്ചെടുത്താൽ നമുക്ക് പള്ളി വയ്ക്കാൻ പറ്റില്ല, അവിടെ മദ്രസ നടത്താൻ പറ്റില്ല, നമുക്ക് നിഷിദ്ധമാണ്. പടച്ചവനോട് സമാധാനം പറയും, നമുക്ക് നരകം കിട്ടും, നമ്മൾ സ്വർഗത്തിൽ പോകില്ല. ഇതല്ലേ നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് വഖഫിന്റെ ഈ സ്വത്തുക്കളുടെ കാര്യത്തിൽ ഇതുപോലെ പറഞ്ഞ് നമ്മുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ചില അച്ഛന്മാരെയും അവർ കൂട്ടുപിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, എല്ലാ മുസ്ലിങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു വെളിവില്ല പുള്ളി നടക്കുന്ന നമ്മൾ കണ്ടില്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണോ? നമുക്ക് കേരളത്തിൽ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ക്ഷേത്രസ്വത്ത് എന്ന് പറയുന്നത് 18 ലക്ഷം കോടി രൂപയാണ്. എത്രയാ?
18 ലക്ഷം കോടി രൂപ. ഇന്ത്യയുടെ ദേശീയ ബഡ്ജറ്റ് 38 ലക്ഷം കോടി രൂപയാണ്. ഇന്ത്യയുടെ ബഡ്ജറ്റിന്റെ നേർപകുതി ഒറ്റ ക്ഷേത്രത്തിലുണ്ട്. അതാരുടേതാ? പത്മനാഭ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റികളുടെ അച്ഛന്മാരും വഖഫ് ചെയ്തതല്ല. രാജാവ് മുസ്ലിമീങ്ങളുടെയും ക്രിസ്ത്യാനികളുടെ ഒക്കെ നികുതിപ്പണം കിട്ടിയപ്പോ കേരള പിറവിക്ക് ശേഷം ആ സംസ്ഥാന പിറവിയായപ്പോ രാജഭരണം നഷ്ടപ്പെട്ടപ്പോൾ അതെല്ലാം ക്ഷേത്ര സ്വത്തായിട്ട് അദ്ദേഹം വകമാറ്റിയതാ. യഥാർത്ഥത്തിൽ അത് പൊതുജനങ്ങളുടെ സ്വത്താ. എന്നിട്ടും നമ്മൾ പറഞ്ഞില്ലല്ലോ അത് പിടിച്ചെടുക്കണമെന്ന്. പറഞ്ഞോ? നമ്മൾ ഇന്ന് വരെ പറഞ്ഞോ? അത് പിടിച്ചെടുത്ത് ഹിന്ദുക്കൾക്കെങ്കിലും കൊടുക്കുന്ന നമ്മൾ പറഞ്ഞു. നമുക്ക് വേണ്ട. അത് പിടിച്ചെടുത്ത് ഹിന്ദുക്കൾക്ക് പാവപ്പെട്ടവർക്കെങ്കിലും കൊടുക്കുക. ഇതുപോലും നമ്മൾ പറഞ്ഞിട്ടില്ല. എന്നിട്ടും അതും സത്യത്തിൽ ആരുടെ അച്ഛന്മാർ വഖഫ് ചെയ്തതല്ല, അത് മുൻകാല രാജാക്കന്മാരുടേതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കോളേജുകളെല്ലാം ബ്രിട്ടീഷ് ഭരണകാലത്തുള്ളതാണ്. പിന്നെ നമ്മുടേത് മാത്രം മുഗളന്മാരുടേതാണെന്ന് ആരാ പറഞ്ഞു? കേരളത്തിൽ മുഗളന്മാരുടെ ഏത് സ്വത്താവുള്ളതെന്ന് പറയാമോ? ഒരു സ്വത്തും മുഗളന്മാരുടേതില്ല. നമ്മുടെ വാപ്പ പൂപ്പന്മാർ വഖഫ് ചെയ്താണ് പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി. അതിന്റെ വഖഫുമായി ബന്ധപ്പെട്ട ഹദീസുകളൊന്നും ഞാനിവിടെ പറയണില്ല. അത് കേട്ട് കൊതിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വത്തിൽ നിന്ന് അള്ളാഹുവിന് വഖഫ് ചെയ്ത് നിങ്ങൾ ഒരു നദി കീറി ഒഴുക്കി ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുത്താൽ, കുളിക്കാൻ അവസരം കൊടുത്താൽ, അതുപോലെ തന്നെ നിങ്ങൾ ഒരു പൊതുക്കിണർ പണിതാൽ, മൻഹഫറ ബിഇറാ, അതുപോലെ തന്നെ നിങ്ങൾ ഒരു തോട്ടം നിർമ്മിച്ചിട്ട് ആളുകൾക്ക് അത് ഭക്ഷ്യയോഗ്യമാക്കി വിട്ടുകൊടുത്താൽ നിങ്ങൾക്ക് നാളെ സ്വർഗം തരാം. അതുപോലെ തന്നെ മൻബനാ മസ്ജിദാന്ന് നാലാമതാ പറയണ. ആദ്യം പറഞ്ഞ ഈ പൊതുകാര്യങ്ങളാ എന്ന് പറഞ്ഞത് കേട്ടിട്ട് കൊതിയോടുകൂടി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വത്ത് നിങ്ങൾ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേട്ടിട്ട് കൊടുത്ത സ്വത്ത് അത് കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ മുത്തവല്ലിമാർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അന്യാധീനപ്പെട്ടത്. എന്നിട്ടിപ്പോ അതുകൂടി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശത്രുക്കൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ സഹോദര സമുദായത്തിൽ തന്നെ ചില കുൽസിത ശക്തികൾ, എല്ലാവരും അല്ല കേട്ടോ, നമ്മുടെ സഹോദര സമുദായം ഒരിക്കലും അതിന് കൂട്ടു നിൽക്കില്ലെന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ ചില ശക്തികൾ അതിന് കൂട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചില നോട്ടപ്പിഴകളാണ്. നമ്മൾ അള്ളാഹുവിന്റെ നിയമത്തെ, അള്ളാഹുവിന്റെ ഭൂമികളെ, വഖഫുകളെ സംരക്ഷിക്കാത്തത് കൊണ്ടാണ്. ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട നമ്മുടെ വീടുകൾ നന്നായിരിക്കുമ്പോൾ നമ്മുടെ മദ്രസകൾ ഇങ്ങനെ കിടക്കരുത്. ഒരുപാട് നമ്മൾ പങ്കിട്ടെടുക്കണം, അത് നല്ല പൂർത്തീകരിക്കണം. നമുക്കൊക്കെ നല്ല വീടുകളെല്ലാം തന്നിട്ടുണ്ട്, നല്ല ഉദ്യോഗം നമ്മുടെ മക്കൾക്ക് തന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം. അങ്ങനെ സജീവമായ മദ്രസകളും പള്ളികളും നിലനിൽക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാമോ, വഖഫ് ഭൂമികൾ, ഞാനൊരു പള്ളിയിൽ നിന്ന് 25 ഏക്കർ സ്ഥലമാണ്, 500 കോടിയുടെ ആസ്തിയുണ്ട്. എറണാകുളം ജില്ലയിലെ 25 ഏക്കർ സ്ഥലമാണ്. അതിനകത്ത് ഒരു പള്ളിയുണ്ട്, ഒരു മദ്രസയുണ്ട്. ദൈനംദിന ചെലവുകൾക്ക് പള്ളിയിൽ പിരിവ് ചോദിക്കണമെന്ന് എന്നോട് പറയായിരുന്നു. ഒരാഴ്ച 2 ആഴ്ച പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ പള്ളിക്ക് വേണ്ടി പിരിവ് ചോദിക്കില്ല. ഇപ്പം മുനമ്പത്ത് വഖഫ് ഭൂമി കയ്യേറ്റം നടത്തിയില്ലേ? വഖഫിന്റെ ഭൂമി ഇങ്ങനെ വിശാലമായിട്ട് കിടന്നപ്പം വിചാരിച്ച് ഇതെങ്ങാൻ ആരാന്റെ സ്ഥലം വെറുതെ കിടക്കുന്നതാണെന്ന്. ഇതിനൊക്കെ വളരെ കൃത്യമായ, മുനമ്പത്തെ വഖഫ് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായ രേഖകളുണ്ട്. ഇത് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് കേസുകൾ നടന്നിട്ടുണ്ട്. 1950 മുതലുള്ള രേഖകൾ ആ വഖഫ് ഭൂമിക്കുണ്ട്. നിങ്ങളുടെ കൈവശത്ത് ഇന്ന് വരെ ആ രേഖകൾ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതേപോലെ മുനമ്പത്തെ ഭൂമി ഏതെങ്കിലും കോളേജുകൾ കയ്യേറിയതല്ല, അത് കൃത്യമായ രേഖാമൂലം വഖഫ് ചെയ്തതാണ്. പക്ഷേ കയ്യേറിയ ഭൂമി രേഖയുള്ള ഭൂമി ആയതാണ് ഇവർക്ക് പറ്റിയ പിശക്. ഈ കയ്യേറ്റം കുടില് കെട്ടി താമസിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണണ്ടേ? ആരാണ് മുനമ്പത്ത് കുടില് കെട്ടി, ഈ വഖഫ് ബോർഡിൽ കുടില് കെട്ടി താമസിക്കുന്നത് നിങ്ങൾ അറിയണ്ടേ? ആർക്കു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണണ്ടേ? എന്നാ ഇത് കാണ്, ഇതാ കാണ്. വീഡിയോയുടെ ദൈർഘ്യം അല്പം കൂടിപ്പോയിട്ടുണ്ട്, ക്ഷമിക്കുക. ക്ഷമയോടുകൂടി ഇത് പൂർണ്ണമായും നിങ്ങൾ കേൾക്കണം, കാണണം, എല്ലാവരും കാണണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്.